മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു എന്നതിന് പകരം വ്യാജ പ്രചാരണം ആരംഭിച്ചു എന്ന് പറയുന്നതാകും ശരിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് പറഞ്ഞ നട്ടാൽ കുരുക്കാത്ത നുണ തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോഴും ആവർത്തിക്കുന്നത്. രാഹുൽ ഗാന്ധി CAA-ക്ക് എതിരെ പാർലമെന്റിൽ വോട്ട് ചെയ്തതിന്റെ രേഖകൾ പുറത്തുവിട്ടിട്ടും മുഖ്യമന്ത്രി അതേ നുണ ആവർത്തിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. LDF സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററിൽ മുഖ്യമന്ത്രിയുടെ പടം വേണമോ എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. ചിഹ്നം സംരക്ഷിക്കാനോ ദേശീയ അംഗീകാരം നഷ്ടപ്പെടുത്താതിരിക്കാനോ അല്ല, വർഗീയതയെ കുഴിച്ചുമൂടി ഫാസിസം ഇല്ലാതാക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസ് ദേശീയ തലത്തിലും UDF കേരളത്തിലും മത്സരിക്കുന്നത്. അതേസമയം CAA വിഷയത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പാർലമെന്റിന് അകത്തും പുറത്തും ഇടപെടൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി CAA വിഷയത്തിൽ കോൺഗ്രസിനെതിരെ നടത്തുന്നത് കള്ളപ്രചാരണമാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. എല്ലാ UDF എംപിമാരും വന്ന്, രാഹുൽ ഗാന്ധി അടക്കമുള്ള കേരളത്തിലെ എംപിമാർ എല്ലാവരും വന്ന് പൗരത്വ നിയമത്തിനെതിരായി വോട്ട് ചെയ്തതിന്റെ രേഖ പാർലമെന്റിൽ രേഖയുണ്ട്. എന്നിട്ട് ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് ഒരാള് പച്ചക്കള്ളം പറയുകയാണെങ്കിൽ കള്ളപ്രചരണം ഇന്നു മുതൽ ആരംഭിച്ചു എന്ന് പറഞ്ഞിരിക്കും നല്ലത്. കുറച്ചുകൂടി എളുപ്പം വ്യാജ പ്രചരണം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുഖ്യ പ്രതിപക്ഷ കക്ഷിയെ ഭരണകൂടം എങ്ങനെ പ്രവർത്തിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന് നൽകിയിരിക്കുന്ന നോട്ടീസിലൂടെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഫാസിസത്തിന്റെ ഏറ്റവും ക്രൂരമായ മുഖമാണിതെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. ഇരട്ട വോട്ടിൽ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു. ആറ്റിങ്ങലിൽ 10,000-കണക്കിന് ഇരട്ട വോട്ടുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇതിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കും. ഇടതുപക്ഷ യൂണിയൻ പ്രവർത്തകരെ ഉൾപ്പെടുത്തി സംസ്ഥാനത്തേക്ക് വ്യാപകമായി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട ആലപ്പുഴ ഉൾപ്പെടെ നേടി 20 സീറ്റും ഉജ്ജ്വല വിജയമുണ്ടാവുമെന്നതാണ് UDFന്റെ പ്രതീക്ഷയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വ്യക്തമാക്കി. കോട്ടയം വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജയ് ഹിന്ദ് ന്യൂസ്, കോട്ടയം.